ഹലോ, അപ്പോൾ ദേ ഇന്നൊരു ചെറിയ ഷൂട്ട് ഡേ ആണ് കേട്ടോ. എൻ്റെ മുഖമൊക്കെ കണ്ടിട്ട് എനിക്ക് തന്നെ ഇതുപോലെ തോന്നണം. കാരണം ഷാമ്പു ഒക്കെ ഇട്ടിട്ടാണ് തോന്നുന്നത്. മുഖമൊക്കെ ഏതാണ്ട് മരപ്പോണ്ട പോലെ ഇരിക്കുക കേട്ടോ. എന്തോ ഒരു ഡ്രൈനെസ് പിടിച്ച് പോലെ. അപ്പോൾ കൊങ്ങപ്പുള്ളാണ് കേട്ടോ ചേച്ചിയുടെ വീട് എന്ന് പറയണത്. മരിയ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് പേര്. അപ്പോൾ ആ ചേച്ചിയുടെ വീടിൻ്റെ മുകളിൽ തന്നെ ഇട്ട് പാർലർ സെറ്റ് ചെയ്താക്കണം. ആൾ ഫ്രീലാൻസ് മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടിയാണ് കേട്ടോ. നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ബ്രൈഡൽ ചേച്ചി വന്ന് ചെയ്തു തന്നോളൂ. അങ്ങനെ നമ്മൾ ആ ചേച്ചിയുടെ വീടിൻ്റെ മുകളിലൊക്കെ കയറി നമ്മൾ ആദ്യം ചെന്നപ്പോൾ തന്നെ ആ ചേച്ചിക്ക് ഒരു ക്രീം അപ്ലൈ ചെയ്തു തന്നിട്ട്, പിന്നെ അതിന് ശേഷം മുടിയാണ് ചെയ്തത്. മുടി നമുക്ക് ക്രിംപ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ച് കിട്ടും. പിന്നെ ഫേസ് മേക്കപ്പ് ആണ് ചെയ്തത്. ക്രിംപ് ചെയ്തുകൊണ്ടിരിക്കണേ കേട്ടോ. പിന്നെ അതേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഫൗണ്ടേഷനൊക്കെ ചേച്ചിയുടെ കലാപരിപാടികളൊക്കെ എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ഓരോന്നോരോ ചേച്ചി നല്ല കമ്പനിയായിട്ട് നല്ലോണം സംസാരിക്കുകയൊക്കെ ചെയ്യും. നമുക്ക് ബോറടി ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അങ്ങനെ അതേ നമ്മുടെ ഫേസ് മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഹെയർ സെറ്റ് ചെയ്യണേക്കാളും മുമ്പ് ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ ആ ചേച്ചിയുടെ തന്നെ ഓർണമെൻറ്റ്സ് ആയിട്ടോ. നമുക്ക് ഷൂട്ടിന് വേണ്ടി ആ ചേച്ചി തന്നെ നമുക്ക് എൻ്റെ ഒരു ഓർണമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ചേച്ചി എടുത്തു. അങ്ങനെ ഓർണമെൻറ്റ്സൊക്കെ ഒരുവിധം സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൈഡ് പഫ് എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ബാക്ക് കോമ്പിങ് അധികം ചേരാത്തതുകൊണ്ട് പിന്നെ എനിക്കിഷ്ടം സൈഡ് ആയതുകൊണ്ട് ഞാൻ ഷൂട്ടിന് ചെല്ലുമ്പോൾ തന്നെ പറയും എനിക്ക് സൈഡ് എടുത്താലേ ഭംഗി ഉണ്ടാവുള്ളൂ. പിന്നെ സൈഡ് ഹെയർ സ്റ്റൈലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എൻ്റെ ഒരു ഫേസിന് ആ എടുത്തങ്ങനെ സൈഡ് പോർഷൻ ഇച്ചിരി ഇറങ്ങിപ്പോയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് കറക്റ്റ് എടുത്തലാണ് രീതിയിൽ ഞാൻ എടുക്കണേക്കാളും കുറച്ച് കൂടുതലായിപ്പോയി കേട്ടോ സൈഡ് പഫ് എടുത്തത്. പിന്നെ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. എനിക്ക് എന്നാലും അത്യാവശ്യം ഭംഗിയൊക്കെ ആയി. ആ ഹെയറിൻ്റെ സ്റ്റൈലും ആ ഒരു മോഡലൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട്. അങ്ങനെ നമ്മൾ സാരിയൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഈ സാരിയും ബ്ലൗസൊക്കെ എൻ്റെ തന്നെ ഉണ്ടോ. എൻ്റെ ഉള്ള ഒരു സാരി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ ബ്രൈഡൽ ലുക്ക് ചെയ്താക്കണം. അപ്പോൾ നമ്മുടെ SM വെഡ്ഡിങ് പ്ലാനേഴ്സിൽ ചേട്ടനായിട്ട് വന്നാക്കുന്നത് സന്ദീപ് ഏട്ടൻ. എൻ്റെ പല ഷൂട്ടിലും പിന്നെ എൻ്റെ വെഡ്ഡിങ് വർക്കൊക്കെ ഈ ചേട്ടൻ തന്നെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ആൾ ഷൂട്ടിന് നമുക്ക് ഫോട്ടോസൊക്കെ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ചേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയുടെ പാർലറിൽ തന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് നമ്മൾ വിചാരിച്ച് അങ്ങനെ നിൽക്കേട്ടോ. ചെറുതായിട്ട് നൈസായിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ പുറത്തേക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കടമ്പക്കൂടി പോകാമെന്നിട്ട് നമ്മൾ വിചാരിച്ചത്. ഇത് ആ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ നിൽക്കുന്നത്. ആൾ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഫോട്ടോഷൂട്ടിനും ഫോട്ടോ കാര്യങ്ങളും. അങ്ങനെ ആ ചേച്ചിക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ചേച്ചിയുടെ പാർലറിൽ വെച്ച് തന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഫോട്ടോസാണ് ഉണ്ടായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു. മേക്കപ്പ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആ ചേച്ചി ആയാലും നമുക്കൊരു ഫ്രണ്ട്ലി മൈൻഡാണ് കേട്ടോ. എല്ലാവരും അതേ ഫ്രണ്ട്ലി മൈൻഡാണ്. ആ ചേട്ടനും അതെ. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫറും അതേ കേട്ടോ ഫ്രണ്ട്ലി മൈൻഡാണ്. അങ്ങനെ അതേ നമ്മൾ ആളുടെ വണ്ടിയിൽ തന്നെ ഫോട്ടോഗ്രാഫറിൻ്റെ വണ്ടിയിൽ തന്നെ കേട്ടോ. ആളുടെ അടുത്ത് എന്നോട് ഒരു ചെറായി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ചെറായി നമ്മുടെ അതിൻ്റെ അടുത്തൊരു പുഴയെ മഞ്ചിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പിന്നെ കടമ്പക്കുടി പോയില്ല. കാരണം ലൈറ്റൊക്കെ ഒന്ന് ഡിമ്മായിട്ടുണ്ടായിരുന്നു. ഒത്തിരി നേരം വൈകിയാക്കുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് 1:30 വന്നതാണ് കേട്ടോ മേക്കപ്പ് ഇടാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു 4 മണി 4:30. അപ്പോൾ ആ പുഴയുടെ നേരെ തന്നെ ഒരു വീടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി വീടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അവിടെ ചോദിച്ചിട്ട് അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അവരുടെ മുറ്റത്തോട്ട് വന്നേക്കേട്ടോ. അപ്പോൾ നിറച്ചും ജാതിത്തോട്ടമുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ കിട്ടിയായിരുന്നു. നല്ല ലൊക്കേഷനായിരുന്നു. ആ പുഴയുടെ സൈഡിൽ നിന്ന് കിട്ടിയേക്കണേക്കാളും നല്ല ഫോട്ടോസ് ഇവിടെ നിന്നായിട്ട് ഇപ്പോൾ കിട്ടിയേക്കണത്. അപ്പോൾ നമ്മുടെ ഓരോരോ പോസ്റ്റിലുള്ള കുറേ കലാപരിപാടികൾ ഇങ്ങനെ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇഷ്ടമായത് പറയണത്. അങ്ങനെ നമ്മുടെ പാക്കപ്പൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകട്ടെ. അപ്പോൾ നേരെ ചെന്നത് പിന്നെ വീണ്ടും പാർലറിലോട്ട് തന്നെയാണ്. കാരണം ഓർണമെൻറ്റ്സ് ഒക്കെ കഴിച്ചു വെക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ കഴിച്ച് മുടിയൊക്കെ കഴിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ പഴയ വേഷത്തിലോട്ട് പോയിട്ട് പിന്നെ ഫേസിലെ മേക്കപ്പ് ഒന്നും കളഞ്ഞൊന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ മുടിയൊക്കെ ഒന്ന് വാരിക്കെട്ടി നേരെ അവർ തന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കാമെന്ന് പറഞ്ഞായിരുന്നു കേട്ടോ ആ ചേച്ചി ചേട്ടൻ തന്നെ. അപ്പോൾ നമ്മുടെ ഫോട്ടോഗ്രാഫർ പോയായിരുന്നു കേട്ടോ. ആൾ പറഞ്ഞ ഞങ്ങൾ ഉടനാക്കിയിട്ട് പോയി. അപ്പോൾ ആ ചേച്ചിയുടെ കൊച്ചാണ് കേട്ടോ നിൽക്കണത്. ആൾ നല്ല രസമായിട്ട് വർത്താനൊക്കെ കഴിക്കാൻ നല്ല കിട്ടും. അപ്പോൾ ഞാൻ അംഗൻവാടി പോകാൻ പറയുമ്പോൾ ഞാൻ നാളെ തൊട്ട് പോകും അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ വർത്താനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്ര ഒട്ടുകൂടി ടാറ്റാ.